നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂർ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് പ്രിയപ്പെട്ടവനാണ്. തരൂരിൻ്റെ ആഗോള മുഖം നല്ല രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ല എന്നുള്ള പരാതി ക്രൈസ്തവ സഭകൾക്ക് നന്നായുണ്ട്. അവരുടെ പരിപാടിയിൽ എപ്പോഴും മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതും ശശി തരൂരാണ്. ശശി തരൂരിൻ്റെ ആ യൂറോപ്യൻ ലിബറലിസ്റ്റ് മുഖം ക്രൈസ്തവ സഭകൾക്ക് വളരെയേറെ താല്പര്യമുണ്ടത്രേ. അദ്ദേഹത്തെ പോലൊരാൾ കോൺഗ്രസിനെ നയിക്കാൻ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ കോൺഗ്രസിന് അകമഴിഞ്ഞ് പിന്തുണ നൽകുമെന്ന് നേരത്തെ തന്നെ ക്രൈസ്തവ സഭകൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി ക്രിസ്ത്യൻ പരിപാടികളിലാണ് ശശി തരൂർ പങ്കെടുക്കുന്നത്. പാലാ രൂപതയുടെ രജത ജൂബിലി ആഘോഷം, CSI മധ്യ കേരള ഇടവകയുടെ പരിപാടി, ഇങ്ങനെ കോട്ടയത്ത് ക്രൈസ്തവ സഭകൾക്ക് സ്വാധീനമുള്ള കോട്ടയത്ത് നിരവധി പരിപാടികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ പങ്കെടുക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, തരൂർ സഭകൾക്ക് പ്രിയപ്പെട്ടവനാണ്. തരൂരിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയും മതേതര മുഖവും ലിബറൽ ചിന്താഗതിയും ജനാധിപത്യ ബോധവുമെല്ലാം ക്രൈസ്തവ സഭകൾക്ക് ആവോളം പിടിച്ചു കഴിഞ്ഞു. 2009 അദ്ദേഹം മത്സരിക്കാനായി കേരളത്തിലെത്തിയപ്പോൾ മുതൽ ക്രൈസ്തവ സഭകൾ അദ്ദേഹത്തിന് അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത്. ശശി തരൂരിനെ അവഗണിക്കുന്നതിനെതിരെ രാഹുൽ ഗാന്ധിയോട് പോലും ക്രൈസ്തവ സഭകൾക്ക് നീരസം ഉണ്ടെന്നാണ് ആ സഭകൾക്കുള്ളിൽ നിന്നുള്ള ചില സംസാരങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും നമ്മൾക്ക് ബോധ്യമാകുന്നത്. തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുമെന്നാണ് സഭാവൃത്തങ്ങൾ പറയുന്നത്. കാരണം കുറെ കൂടി പരിഷ്കൃത മുഖങ്ങൾ ഇനി കേരളത്തെ നയിക്കാൻ വേണം. അത് കാരണം പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളിലൊക്കെ നേരിടുന്ന പ്രതിസന്ധി, അവരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു വരികയാണ്. അംഗങ്ങളുടെ എണ്ണം, ധാരാളം ചെറുപ്പക്കാർ വിദേശത്ത് പോയി അവിടെ സ്ഥിരതാമസമാക്കി. അവരുടെയൊക്കെ മനസ്സിൽ കേരളത്തിൽ തരൂരിനെ പോലൊരാൾ മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കുകയാണെങ്കിൽ കേരളം ഒരു യൂറോപ്യൻ നിലവാരത്തിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. മാത്രമല്ല, അത്തരം ഒരു ജനാധിപത്യ ബോധമുള്ള ലിബറൽ ചിന്താഗതിയുള്ള മതേതര വിശ്വാസിയായ ഒരാൾ കേരളത്തെ നയിക്കാനുണ്ടാകുന്നത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെയേറെ ഗുണം ചെയ്യുമെന്നും ക്രൈസ്തവ സഭകളും ക്രൈസ്തവ വിശ്വാസികളും കരുതുന്നുണ്ട്. അതുകൊണ്ട് തരൂരിനെ മുന്നിൽ നിർത്തിയാൽ തങ്ങൾ കോൺഗ്രസിനും UDFനും പിന്തുണ നൽകാമെന്ന ഭംഗ്യന്തരേണ പലതവണ സഭാ നേതൃത്വം സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഇനി ശശി തരൂർ സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും സഭകൾ പിന്തുണ നൽകിയേക്കുമെന്നുള്ള സൂചന സഭകൾക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ തരൂരിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് UDFനും കോൺഗ്രസിനും അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ള സൂചന ക്രൈസ്തവ സഭകൾ നേരത്തെ നൽകിയിരുന്നു. UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സഭകളുടെ പിന്തുണ അതീവ നിർണായകമാണ്. UDFൻ്റെ അടിത്തറ, മധ്യ കേരളത്തിലെ UDFൻ്റെ അടിത്തറ തന്നെ കെട്ടിപ്പടുത്തിരിക്കുന്നത് ക്രൈസ്തവ സഭകളുടെ കൃത്യമായ അടിത്തറയിലാണ്, അവരുടെ ഫൗണ്ടേഷനിലാണ്, അവരുടെ കൽക്കെട്ടിലാണ്. അതുകൊണ്ട് തന്നെ സഭകളെ എതിർത്ത് അല്ലെങ്കിൽ സഭകൾക്ക് വിഷമമുണ്ടാക്കി, സഭകൾക്ക് അലോസരമുണ്ടാക്കിക്കൊണ്ടൊരു കാര്യം തീരുമാനിക്കുക അത്ര എളുപ്പമല്ല കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം. ഇത് മുൻനിർത്തിക്കൊണ്ട് ശശി തരൂർ തങ്ങളുടെ നേതാവായി വരികയാണെങ്കിൽ തരൂരിനെ പിന്തുണയ്ക്കാനും UDFനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കാനും തങ്ങൾ തയ്യാറാണെന്നുള്ള സൂചന നിരവധി തവണ സഭാ നേതൃത്വം കോൺഗ്രസിന് നൽകി. പക്ഷേ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഹൈക്കമാൻഡിൽ ഇടപെട്ട് അത് തടയുകയായിരുന്നു എന്നുള്ള പരാതിയും ക്രൈസ്തവ സഭകൾക്കുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം, വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ സഭകളുടെ പരിപാടികളിലെല്ലാം തന്നെ ശശി തരൂർ മുഖ്യാതിഥിയായോ മുഖ്യപ്രഭാഷകനായോ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം തരൂരിനെ അംഗീകരിക്കാൻ ക്രൈസ്തവ സഭകൾക്ക് മടിയില്ല. VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഇവരെക്കാൾ ക്രൈസ്തവ സഭകൾക്ക് താല്പര്യം ശശി തരൂരിനോട് ഉണ്ടെന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള സംസാരം.